ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് റമളാൻ മാസത്തെ നാലാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിതിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു നോമ്പ് തുറക്കലിന് എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാനിതിൽ ഒന്ന് ചെറുതായിട്ട് നിങ്ങൾ കാട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താവില്ല പള്ളിയുടെ സ്വരാക്ക ബർക്കത്തത് അപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നോമ്പ് മാസത്തിൽ വേണമായത് ഒന്ന് ജ്യൂസ്, പിന്നെ രണ്ടാമത്തത് കസ്റ്റേർഡ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദിവസം കസ്റ്റേർഡ് ആക്കുന്നത് നിങ്ങൾ കാട്ടിയിട്ട് ബോറടിപ്പിക്കേണ്ട പറഞ്ഞിട്ട് ഇന്ന് കസ്റ്റേർഡിൻ്റെ ഞാൻ കാട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഇന്നൊരു പുതിയ ഒരു റെസിപ്പി എന്ന് പറയാനില്ല, ചായക്കടി എണ്ണക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ പള്ളിത്തെ കഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ. പള്ളിത്തെ കഞ്ഞി ഇന്ന് ടിഫിൻ ബോക്സ് ഫുള്ളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിത്തെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കുടിച്ചാൽ എന്തോ ഒരു നല്ലൊരു സുഖം മാതിരി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ എന്താ പറയുക, ഈ ഇടിക്കുന്ന സാധനം പറയില്ലേ, ചെറിയത് അതാണ് കേട്ടോ. അതൊന്ന് കല്ലിൻ്റെത്, പിന്നെ ഒന്ന് മരത്തിൻ്റെത്, പിന്നെ ഇതൊരു ചെറിയൊരു ഞങ്ങളുടെ ഇവിടെ ജാത്ര ടൈമിൽ ഞാൻ വാങ്ങിയ കുഞ്ഞൊരു ഒരു 7-8 കൊല്ലം ആയിട്ടുണ്ടായിന്. അത് എപ്പോഴും അത് അകത്ത് വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഞാൻ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറിക്കുള്ള പരിപാടിയാണ്. അപ്പോൾ റമദാൻ മാസത്ത് പ്രത്യേകിച്ച് പറയാനില്ല, ഇറച്ചിക്കറിയാണ് മെയിനായിട്ട് വേണമായത്. അപ്പോൾ എന്ത് നാസ്റ്റാക്കിയാലോ അതിന് ഇറച്ചിക്കറി വേണം. അപ്പോൾ ഇറച്ചി ഫ്രിഡ്ജിൽ നല്ല തണുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏത്തച്ചക്ക എന്നല്ലേ പറയൽ, ഞങ്ങളിവിടെ റാംപല്ലാന്ന് പറയും. അത് ഒന്ന് കറിക്കുള്ള പരിപാടി എൻ്റെ അമ്മായിമ്മ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെൽച്ചക്കുള്ള ചോറിനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കസ്റ്റേർഡിൻ്റെ ഫ്രൂട്ടുകളും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് എണ്ണക്കടിയിലേക്ക് കിടക്കാം. ഇത് ഞങ്ങളെല്ലാവരും എണ്ണക്കടി ഉള്ളിവട ഉണ്ടാക്കട്ടോ. ഉള്ളിവടയിൽ കുറച്ച് സ്പെഷ്യലാണ് തന്നെ, വേറെ മാറ്റങ്ങളൊന്നും ഞാനിതിൽ വരുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു മംഗ്ലൂർ ഒരു ആളുടെ വ്ളോഗ് നോക്കട്ടോ. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയതാണ്, അദ്ദേഹമല്ല അവർ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നല്ല എനിക്കത് കണ്ടപ്പോൾ ഒരു നല്ലതുപോലെ തോന്നിയപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ സക്സസ്ഫുള്ളായിരുന്നു. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിട്ടോ. ഭയങ്കര ഇഷ്ടമായി, ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിട്ടോ. നല്ല റെസിപ്പിയാണ്. ഞാനിതിൻ്റെ റെസിപ്പിയൊന്നും നിങ്ങൾ കാട്ടിയിട്ടില്ല. ഇത് ജസ്റ്റ് ഉള്ളിവടൻ്റെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതുപോലെ ആക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇപ്പോൾ കയ്യിൽ പരത്തി വെച്ചിട്ട് ഒരു മുട്ട ഉണ്ടല്ലോ, മുട്ട വേവിച്ചിട്ട് അതിനൊരു 4 ഭാഗമാക്കിയിട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് എണ്ണയിലിട്ടാൽ മതി കേട്ടോ. പ്രത്യേകിച്ചിട്ടുള്ള പണിയൊന്നും ഇല്ല ഇതിൽ. ഉള്ളിവട ആക്കുന്നവർക്ക് ഇനിയും ഈസി ആയിക്കാറ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയ ഐറ്റങ്ങൾ. അപ്പോൾ അത് ഈ റെസിപ്പിൻ്റെ അത് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ മക്കൾ ഇന്ന് പള്ളിക്ക് പോയിട്ടില്ല, മോൻക്ക് എക്സാമാണ്, 10th അല്ലേ. അപ്പോൾ പ്രിപ്പറേറ്ററി എക്സാമൊക്കെയാണ് നാളെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അയച്ചിട്ടില്ല, ഓതാനെല്ലാം ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് പള്ളിക്ക് പോയിട്ടില്ല. പിന്നെ ചെറിയോനക്ക് കയ്യിന് ഒന്ന് ചെറിയൊരു ഉളുക്കിൻ്റെ മാതിരി ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഓനും പോയിട്ടില്ല. അപ്പോൾ രണ്ടാളും ഇന്ന് വീട്ടിൽ തന്നെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ നോമ്പ് തുറക്കൽ പരിപാടികളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ 2 ദിവസമായി കുട്ടികൾ പറയുന്നുണ്ട് ഇഡ്ഡലിയാക്ക് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി, പെൽച്ചക്ക് അത്തായം ചോറ് വയ്ക്കണ ബദൽ ചപ്പാത്തി തിന്നണ ബദൽ ഞങ്ങൾക്കൊന്ന് ഇഡ്ഡലിയാക്കി നോക്കിയാലോ. ഞാനിത് ഫസ്റ്റാണ് കേട്ടോ പെൽച്ചക്ക് ഇഡ്ഡലി ആക്കുന്നത്. ആർക്കും അത്ര ഇഷ്ടം ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം എന്താണോ ഇഡ്ഡലി ആക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താക്കി വേഗം രാവിലെ തന്നെ അരി വെള്ളത്തിട്ടുണ്ടായി. പിന്നെ നോമ്പെല്ലാം തുറന്നിട്ട് ഞങ്ങളുടെ എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് അരി അരച്ച് വെച്ചാൽ ഞങ്ങൾക്ക് പെൽച്ചക്കൊക്കെ എണിച്ചിട്ട് ഞങ്ങൾക്ക് ഇഡ്ഡലി ചൂടോടെ പാർന്നിട്ട് തിന്നാം. അങ്ങനെ വിചാരിച്ചിട്ട് എന്താക്കി, ഞാൻ വേഗം അരിയൊക്കെ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ. ഇതൊരു 7-8 മണിയാകുമ്പോഴാണ് ഞാൻ അരച്ച് വെക്കണത് ഇഡ്ഡലി. അപ്പോൾ ഇത് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ വലിയ മോൻ കേട്ടോ. ഓന് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായി. ഇല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ചിട്ടും ഇവിടെ വെച്ചിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ. അപ്പം അതിൻ്റെ ഇഡ്ഡലിൻ്റെ മാവ് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അമ്മായിമ്മ മസാല എല്ലാം അരച്ച് വെച്ച് തന്ന് ഒന്ന് തൂമ്പിച്ചെടുക്കണമല്ലോ, അത് ഈ ഉള്ളി തക്കാളിയിലെല്ലാം ഒന്ന് തൂമ്പിച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പണികൾ ഞാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ തറാവി നിസ്കാരത്തിന് പോയിൻ്റായി. ഞാൻ എന്താക്കി വേഗം ഒന്ന് ഇറച്ചിയൊക്കെ മുറിച്ചെടുത്തിട്ട് ഒന്ന് വേഗം വെക്കാൻ വിചാരിച്ചോ. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചി കിട്ടില്ല കേട്ടോ. ഞങ്ങളിവിടുന്ന് ചിക്കമോളൂരിൽ നിന്നാണ് കൊണ്ടിരിക്കൽ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കൊണ്ടുവരുമോ, ഇല്ലെങ്കിൽ ആരെങ്കിലും പോകണോ പറഞ്ഞിടത്താണ് ഞങ്ങൾ കൊണ്ടിരിക്കാറുള്ളത്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇറച്ചി ഞങ്ങൾ കൊണ്ടിരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ദിവസം ഇറച്ചി കിട്ടാറുള്ളത്. അപ്പോൾ ഇറച്ചിൻ്റെ വെന്തിട്ട് വന്നിട്ടുണ്ട്, നല്ല വേവ് വരുന്ന ഇറച്ചി. 8-10 സിറ്റി ആയിട്ടും വെന്തുണ്ടായിട്ടില്ല. പിഞ്ഞും ഞാൻ വിഷൽ വരുത്തിയിട്ട് വേവിച്ചെടുത്തത് തന്നെ കേട്ടോ. അപ്പോൾ ഇറച്ചി കൊടുന്നെങ്കിൽ ഞങ്ങളുടെ പേരിൽ ഇറച്ചിൻ്റെ സുക്ക അത് മസ്റ്റായിട്ടും വേണം എല്ലാവർക്കും. പെൽച്ചക്കൊക്കെ എണിച്ചാലും മെയിനായിട്ട് ഈ ഇറച്ചി വരട്ടിയത് വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താക്കും, എന്ത് ഇറച്ചി എത്ര 1 kg 1 kg കൊടുന്നാലും ഞങ്ങൾ അതിന് ഇച്ചിരിയെങ്കിലും എടുത്തിട്ട് ഞങ്ങൾ ഫ്രൈ ആക്കും. കുറച്ച് ഇറച്ചി എടുത്തിട്ട് സുക്കാക്കും. അപ്പോൾ എൻ്റെ പേരിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. അപ്പോൾ എന്താ പറയല്ലേ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കട്ടെ. ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.